ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ജസ്റ്റ് ഒരു കമ്പാരിസൺ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ +2 എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറേ നാൾ ഒന്നും ചെയ്യാതിരുന്ന് പുതിയൊരു കോഴ്സ് സെലക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരും അല്ലെങ്കിൽ ആൾറെഡി ഈ ഒരു കോഴ്സിന് എൻറോൾ ചെയ്തവർക്കും ജസ്റ്റ് ഒരു കമ്പാരിസൺ എന്ന രീതിയിൽ നമ്മൾ CMA കുറിച്ചുള്ള അനാലിസിസ് നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കണം. കാരണം എനിക്കിപ്പോൾ ഒരുപാട് കോൾ വരുന്നുണ്ട്, സാർ എനിക്ക് CA എടുക്കണമെന്നുണ്ട്, CM എടുക്കണമെന്നുണ്ട്, എന്ത് എടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻസ് ആണ്. അപ്പോൾ രണ്ടിൻ്റെ സ്കോപ്പ്, കാര്യങ്ങൾ, റെഗുലേഷൻസ്, എക്സാമിനേഷനെ കുറിച്ച് അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്നൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ ഞാൻ സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കമ്പാരിസൺ ചെയ്തുകൊണ്ട് പോകുന്നു. CA ഉണ്ട്, CMA ഉണ്ട്. ഞാൻ ഓരോ കോഴ്സിനെ അപ്ഗ്രേഡും ഡിഗ്രേഡും ചെയ്യുന്നില്ല, രണ്ടിൻ്റെയും അനാലിസിസ് മാത്രമേ ഞാനിവിടെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഫസ്റ്റ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് CA റെഗുലേഷൻ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ICAI നമ്മൾ പറയും, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യ. ഇത് ICMA എന്ന് പറയും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ്, കോസ്റ്റ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ. ICAI എന്നും പറയാറുണ്ട് നമ്മൾ, പക്ഷേ ICMA ആണ് ഒഫീഷ്യലി രജിസ്റ്റർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ചാർട്ടേഡ് അക്കൗണ്ട് ഇതിൻ്റെ ഫുൾ ഫോം ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യ. എഴുതുന്നില്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യ. CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യ. ഓക്കെ, സ്റ്റേജസ് എന്ന് പറയുമ്പോൾ 3 സ്റ്റേജസ് ആണുള്ളത്. അതിനകത്ത് മെയിനായിട്ട് CAക്ക് 3 സ്റ്റേജസ്: ഫൗണ്ടേഷന്, ഇൻ്റർ, ഫൈനൽ. ഇതേപോലെ തന്നെ ഇവിടെ ഫൗണ്ടേഷന് പകരം വേറൊരു എക്സാമിനേഷൻ ഉണ്ട്, നമ്മളതിന് CAT എന്ന് പറയും. ഓക്കെ, അതിനുശേഷം ഇൻ്റർ ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെക്കുക, ഫൗണ്ടേഷൻ, ഇൻ്റർ, ഫൈനൽ എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ, ഇൻ്റർ, ഫൈനൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റിൽ ഇവിടെ തന്നെ വെക്കുകയാണെങ്കിൽ ഫൗണ്ടേഷനിൽ 4 പേപ്പർ, ഇൻ്ററിൽ 6 പേപ്പർ, ഫൈനലിൽ 6 പേപ്പർ. ഓക്കെ, ഫൗണ്ടേഷനിൽ 4 പേപ്പർ, ഇൻ്ററിൽ 8 പേപ്പർ, ഫൈനലിൽ 8 പേപ്പർ. ഓക്കെ, അപ്പോൾ ഇവിടെ 16 പേപ്പറും 18 പേപ്പറും. ഓക്കെ, ക്ലിയർ ആണ്. പേപ്പറിൽ CA കുറവാണ്, ഓർത്ത് വെക്കുക. ഇനി CAയിൽ ഒരു കോൺസെപ്റ്റും കൂടെ ഉണ്ട്, ഒരു സെൽഫ് പ്ലേസ്ഡ് ഒരു മോഡ്യൂളും കൂടെ ഉണ്ട്. അതൊരു 4 പേപ്പർ ഉണ്ട്. അപ്പോൾ ടോട്ടലി 20 പേപ്പർ വരും. അത് ഓൺലൈൻ എക്സാമിനേഷൻ ആണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എക്സാമിനേഷൻ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് അതിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സബ്ജക്റ്റ്, അതിനുശേഷം ഫോക്കസ് ഏരിയാസ്. ഒബ്വിയസ്ലി ഇത് അക്കൗണ്ടിങ്ങും ടാക്സേഷനും ഒക്കെയാണ്, ഓഡിറ്റിംഗ് ഒക്കെയാണ് ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. ഫോക്കസ് ഏരിയാസ് ടാക്സേഷൻ ഉണ്ട്, നെക്സ്റ്റ് അക്കൗണ്ടിങ് ഓബ്വിയസ്ലി, നെക്സ്റ്റ് ഓഡിറ്റിംഗ് ഒക്കെയാണ് ഫോക്കസിങ് ഏരിയ എന്ന് പറയുന്നത്. ഈ ടാക്സേഷനിൽ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ഇൻ്റർനാഷണൽ ടാക്സേഷൻസ് എല്ലാം വരുന്നുണ്ട്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് കോസ്റ്റിംഗ്, മാനേജ്മെൻറ്റ്, പിന്നെ ഇതിൻ്റെ ടാക്സേഷനും അക്കൗണ്ടിങ്ങും എല്ലാവർക്കും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഐ എം സെയിങ് ദ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണ്. നെക്സ്റ്റ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ CA 4 years ഒക്കെ നമുക്ക് എടുക്കും. 4.5 years സിംഗിൾ അറ്റംപ്റ്റ് നമ്മൾ പോവുകയാണെങ്കിൽ, CMA എന്ന് പറയുമ്പോൾ 3.5 to 4 years നമുക്ക് എന്താണ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാൻ എടുക്കും. ഇപ്പോൾ 4 to ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ പേഴ്സൺസ്. ഓക്കെ, ഹൗ യു ഗീവ് ദ അറ്റംപ്റ്റ് ആൻഡ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ CMA എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3.5 to 4 years, നമ്മൾ 4 years പിടിച്ചോളൂ. ഓക്കെ, ഇനി എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് CAയിൽ എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷനും ഇൻ്ററും ഫൈനലും 3ഉം സെൻറ്റർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഡിസ്ക്രിപ്റ്റീവ്, MCQ മിക്സ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, എക്സാം പാറ്റേൺ ഇറ്റ് ഈ സെൻറ്റർ ബേസ്ഡ് ആണ്. 3 നിങ്ങൾ പണ്ടത്തെ ആ CPT പോലെ സംഭവം ഒന്നും തന്നെയല്ല, എല്ലാം ഡിസ്ക്രിപ്റ്റീവ്, MCQ മിക്സ്ഡ് ആണ്. 4 പേപ്പേഴ്സിൽ ഈ 4 പേപ്പേഴ്സിലും മിക്സ്ഡ് ആയിട്ട് തന്നെ വരും. പക്ഷേ ഇവിടെ CMAയിലെ ഫസ്റ്റ് ലെവൽ, അതായത് CAT ആൻഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നതും രണ്ടും ഫണ്ട് CAT വീട്ടിൽ നിന്ന് എഴുതാൻ പറ്റുന്നത്. ഇപ്പോൾ CATും സെൻറ്റർ ബേസ്ഡ് തന്നെയാണ്, പക്ഷേ ഇത് MCQ എക്സാമിനേഷനാണ് ഫുള്ള്. ബാക്കി ഇത് ഇൻ്ററും ഫൈനലും MCQ ഡിസ്ക്രിപ്റ്റീവ് മിക്സിലുള്ളൊരു സംഭവമാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, സെൻറ്റർ ബേസ്. ട്രെയിനിങ് എന്ന് പറയുന്നത് ഇൻ്റർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ 2 years. ആൻഡ് ഇവിടെയും ഇൻ്റർ കഴിഞ്ഞതിന് ശേഷം 15 months എന്ന രീതിയിൽ. പുതിയ സ്കീമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, പുതിയ സ്കീമിൻ്റെ കാര്യം. ട്രെയിനിങ് എന്ന് പറയുന്നത് അത് നമുക്ക് നിങ്ങൾ കമ്പനിയിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ട് അണ്ടറിൽ വരാം. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റിപ്പൻഡ് അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റൈപ്പൻഡ് ഓരോരോ സിറ്റി അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളുടെ 2 വർഷമായതുകൊണ്ട് പോപ്പുലേഷൻ ബേസ്ഡ്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കൊച്ചിയിൽ പോവുകയാണെങ്കിൽ വേറൊരു എമൗണ്ട് ആയിരിക്കാം, ഇപ്പോൾ കോഴിക്കോട് പോവുകയാണെങ്കിൽ വേറൊരു എമൗണ്ട് ആയിരിക്കാം, ഇപ്പോൾ ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ വേറൊരു എമൗണ്ട് ആയിരിക്കും, മുംബൈ പോവുകയാണെങ്കിൽ വേറൊരു എമൗണ്ട് ആയിരിക്കും. ഇപ്പോൾ നോർമലി
IS എന്ന് പറയുമ്പോൾ 5 to 6,000, ഫസ്റ്റ് ഇയർ 5, സെക്കൻഡ് ഇയർ 6,000, 4,000, 5,000 അങ്ങനെയാണ് കിട്ടുക. CMAയുടെ സ്റ്റൈപ്പൻഡ് വേരിയേഷൻ ആയിക്കൊണ്ട് 2,000, 3,000 ഒക്കെ ഉണ്ട്. ഈ കോർപ്പറേറ്റിലൊക്കെ പോകുമ്പോൾ 20,000, 25,000 അങ്ങനെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ സ്റ്റൈപ്പൻഡിനെ കുറിച്ച് സെപ്പറേറ്റ് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൈപ്പൻഡിനെ കുറിച്ച് അതിൻ്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസ് ലേറ്റസ്റ്റ് വരുന്ന ICയുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നമുക്കത് ചെയ്യാൻ പ്രശ്നമൊന്നും തന്നെ ഇല്ല. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അപ്പോൾ സ്റ്റൈപ്പൻഡ് we can discuss if you want. If you just comment on that, I will just discuss on this stipend only. എത്ര കിട്ടും എന്നൊക്കെ. It is not depends upon the area where you go for texture. Okay. Next, job opportunity എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് CA എന്ന് പറയുമ്പോൾ ഓഡിറ്റിംഗ് ഫേംസ് ആണ് നമ്മൾ ചെയ്യുക. ഓഡിറ്റിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ കൺസൾട്ടൻസ് കാര്യങ്ങൾ പിന്നെ എല്ലാം ചെയ്യാം കേട്ടോ. എല്ലാം ചെയ്യാം. പക്ഷേ ജസ്റ്റ് പറയുമ്പോൾ ഓഡിറ്റിംഗ് കൺസൾട്ടൻസി നമുക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് CA ചെയ്തിട്ട് വെറുതെ വീട്ടിൽ ഇരിക്കാം. ഓക്കെ, പ്രശ്നമില്ല. ഓക്കെ, ഇപ്പോൾ CMA ആണെങ്കിലും അതേപോലെ ഇപ്പോൾ CS ചെയ്തിട്ടിരിക്കുന്ന പോലെ അതേപോലെ നമുക്ക് ഇരിക്കാൻ പറ്റും. CMAയുടെ മെയിൻ ഏരിയ എന്ന് പറയുമ്പോൾ കോസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഒരു കമ്പനിയിലെ കോസ്റ്റ് അഡ്വൈസർ, പിന്നെ കോസ്റ്റ് ഓഡിറ്റിംഗ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നോർമലി ഇവിടെ ചെയ്യാന്ന് പറയുമ്പോൾ ഓഡിറ്റിംഗ് ഫോർമാണ്. നമ്മളിപ്പോൾ പറയുന്ന ബിഗ് 4 കമ്പനീസ് അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഡെലോയിറ്റ് അങ്ങനെയൊക്കെ വരുന്ന കമ്പനീസ് ഉണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഡിറ്റിംഗ് ആണ് മെയിൻ വർക്ക്. ഞാൻ ഓരോരോ വർക്കും അനലൈസ് ചെയ്യുന്നില്ല. കോസ്റ്റ് ഓഡിറ്റിംഗ്, മാനേജ്മെന്റ് ഓഡിറ്റിംഗ്, അങ്ങനത്തെ കുറച്ച് കോസ്റ്റ് അനാലിസിസ് ഉണ്ട്. ഇതൊക്കെയാണ് CMA ചെയ്യുന്നത്. ഗ്ലോബൽ സ്കോപ്പ് വ്യത്യാസമൊന്നും ഇല്ല. CAക്കാർക്കും CMAക്കും ഗ്ലോബലി എന്താണെന്ന് നല്ലൊരു സ്കോപ്പ് ഉണ്ട്. സോ രണ്ടുപേരും ഇതിൻ്റെ അകത്ത് പാസ്സാകും. ഗ്ലോബലി സ്കോപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സാലറി എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻസ് ആണ്. എന്നാലും കമ്പാരിറ്റീവ്ലി CAക്കാണ് കുറച്ച് സാലറി കിട്ടും. 9 lakh to 12 lakhs എന്താണ് പെർ ആനം നമുക്ക് സാലറി കിട്ടും. ഇത് 6 to 9 lakh, 7 to 9 lakh എന്ന രീതിയിലാണ്. ഇപ്പോൾ ആവറേജ് നമുക്ക് മന്ത്ലി എന്താണ് നമുക്കൊരു 80,000 ഒക്കെ നമുക്ക് സാലറി കിട്ടും. അതും എന്താ പറഞ്ഞാലേ ക്വാളിറ്റി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ക്വാളിറ്റി അല്ല, ഇവിടെ ഒരു എൻഷുർ ചെയ്യേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഞാൻ ചുമ്മാ പുസ്തകത്തിലെ ഒരു കാര്യം മാത്രം ഞാൻ പഠിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു ആൻസർ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞാനത് ഇതിൻ്റെ കൂടെ വേറെ കുറേ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും. എന്നാലും ഒരു 80,000, മറ്റെടുത്ത് ഒരു 60-65,000, CMAക്ക് ചിലത് 50,000 റുപ്പീസും ഉണ്ട്. ഞാൻ പറഞ്ഞത് അതാണ് ബേസ്ഡ് ഓൺ ഹൗ ടു ഡെവലപ്പ് ദ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, സാലറി ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ്. ഓക്കെ, എന്നാലും നമുക്കൊരു 9 to 12 lakh മന്ത് അല്ല കേട്ടോ, 12 lakh പെർ ആനം. അതിനുശേഷം ഇവിടെ നമുക്കൊരു 7 to 10 lakhനടുത്ത് പറയാൻ പറ്റും ലാക്ക് പെർ ആനം. ഇതൊരു ജസ്റ്റ് അനാലിസിസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് കമൻറ്റ് ചെയ്യാൻ പറ്റും, പ്രശ്നമില്ല. റെക്കഗ്നൈസ്ഡ് എന്ന് പറയുന്നത് ഗ്ലോബലി അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഹൈലി റെക്കഗ്നൈസ്ഡ് തന്നെയാണ്. CMAയും ഹൈലി റെക്കഗ്നൈസ്ഡ് തന്നെയാണ്. അതിൻ്റെ അകത്ത് വ്യത്യാസമൊന്നുമില്ല. നമ്മളില്ല ഒരു അപ്ഗ്രേഡേഷനും ഒരു ഡിഗ്രഡേഷനും ഒന്നുമില്ല. രണ്ടിനും അതിൻ്റെതായ, ഓരോ ജോലിക്കും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഡിഫിക്കൽട്ടി ലെവല് ഇറ്റ് ഈസ് ഹൈ ഡിഫിക്കൽട്ടിയാണ്. ഇത് ഡിഫിക്കൽട്ടി അല്ലെന്നല്ല, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലോ. ഓക്കെ, CA ഫൗണ്ടേഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എന്താണ് ഡിഫിക്കൽട്ടി വരും. ഫൗണ്ടേഷൻ ഇന്റർ ഫൈനൽ ഡിഫിക്കൽട്ടാണ്. ഫൗണ്ടേഷനൊക്കെ നല്ല രീതിയിൽ ഡിഫിക്കൽട്ടി വരും. പക്ഷേ CMAയുടെ ഫസ്റ്റ് എക്സാമിനേഷൻ, ഫൗണ്ടേഷൻ എക്സാമിനേഷൻ, കാറ്റ് എക്സാമിനേഷൻ എളുപ്പമാണ്. ഞാൻ അതിൻ്റെ പാസിംഗ് പെർസെൻറ്റേജ് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് വായിക്കാം. നെക്സ്റ്റ് എക്സാം ടൈം ഉണ്ട്. CAയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പുതിയ അനൗൺസ്മെൻറ്റ് പ്രകാരം പണ്ട് ഫൗണ്ടേഷനും ഇന്ററും വർഷത്തിൽ 3 പ്രാവശ്യം, ജനുവരി, മെയ്, സെപ്റ്റംബർ ഇതായിരുന്നു. ഇപ്പോൾ ഫൈനലും എന്താണ് വർഷത്തിൽ 3 പ്രാവശ്യം നടത്തും. പക്ഷേ CMA എന്ന് പറയുന്നത് വർഷത്തിൽ, അത് ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, കാറ്റ് ആയിക്കോട്ടെ, ഫൈനൽ ആയിക്കോട്ടെ, ഇന്റർ ആയിക്കോട്ടെ, വർഷത്തിൽ 2 പ്രാവശ്യമാണ്. ഡിസംബർ അല്ലെങ്കിൽ ജനുവരി ആൻഡ് ജൂൺ, ഈ ഒരു ടേമിലാണ് എക്സാമിനേഷൻ നടത്തുക, വർഷത്തിൽ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാസിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇത് CMAയുടെ ഒരു പാസിംഗ് പെർസെൻറ്റേജ് ആണ്. ലേറ്റസ്റ്റ് എക്സാമിനേഷൻ്റെ പാസിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇന്ററിൻ്റെ പറയുന്നുണ്ട്. ഫൗണ്ടേഷൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല പാസിംഗ് പെർസെൻറ്റേജ് ഉണ്ട്, കുഴപ്പമില്ല. 16.10, ബോത്ത് ഗ്രൂപ്പ് 17 പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ഫൈനൽ എക്സാമിനേഷനും പറയുന്നുണ്ട് 22%. അപ്പോൾ ഈ രീതിയിലാണ് പാസിംഗ് പെർസെൻറ്റേജ് വരിക. ഇനി CAയുടെ പറയുവാണെങ്കിലും ഏതാണ്ടൊക്കെ ഈ രീതിയിൽ തന്നെയാണ് വരിക. ഓക്കെ, ഫൗണ്ടേഷൻ്റെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിൽ 20%, ഇന്റർ ആണെങ്കിൽ ഒരു 15 to 20%, ഫൈനലിൻ്റെ ആണെങ്കിൽ ഒരു 20%, ആ രീതിയിലൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്രോക്സിമേറ്റ്ലി ഇത് രണ്ട് കോഴ്സും എന്താണ് 15-20 കളിക്കാരാണ്.
ഓക്കെ, ഈ ഒരു റേഞ്ചിലാണ് പാസിംഗ് പെർസെൻറ്റേജ് പോവുക, ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് കോഴ്സ് ഫീ എന്ന് പറയുന്നത് ഇത് ഓക്കെ ഫൗണ്ടേഷൻ്റെ ആണ്. ഫൗണ്ടേഷൻ്റെ ഇൻ്റർമീഡിയറ്റ് കോഴ്സിൻ്റെയും രജിസ്ട്രേഷൻ ഫീസ്, ആക്ടിവിറ്റി ഫീസ് എന്ന് പറഞ്ഞിട്ട് കോഴ്സ് ഫീ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, 9,800 ആൻഡ് ദിസ് വൺ. ഓക്കെ, ഓർത്ത് വെക്കുക, ഇത് ഫീസ് സ്ട്രക്ചറാണ്. ഇനി CMA ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ CMA ആണെങ്കിൽ ക്യാറ്റിന് 12,000 പ്ലസ് വരും, പിന്നെ 20,000. ഇൻ്റർമീഡിയറ്റിന് ഇവിടെ 18,000 ഉണ്ട്, അവിടെ നിങ്ങൾക്ക് 20,000 പ്ലസ് വരും. ഫൈനലും 20,000 പ്ലസ് വരും. അപ്പോൾ ഇതാണ് കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വൺ ടൈം ഫീസാണ്. പിന്നെ ഒരു ഇപ്പോൾ CA ഫൗണ്ടേഷൻ ആണെങ്കിൽ 3 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ റിന്യൂവൽ ചെയ്യണം. 6 അറ്റംപ്റ്റ് നമുക്ക് കിട്ടും. അത് മാറിക്കൊണ്ടിരിക്കും പുതിയ അപ്ഡേറ്റ് വരുന്നതനുസരിച്ച്. ഇവിടെ കോഴ്സ് ഫീ രണ്ടിനും ഏതാണ്ടൊക്കെ സെയിം ആയിരിക്കും. പക്ഷേ നമ്മുടെ കോച്ചിങ് ഫീസ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, കോഴ്സ് ഫീ എന്ന് പറയുന്നത് സെൻട്രൽ ബേസ്ഡ് ആണ്. കോച്ചിങ് ഫീസ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസ്ഡ് ആണ്. അവിടെ കുറച്ച് കോച്ചിങ് ഫീസ് കൂടുതലുള്ളത് CAക്കാണ്, CMA കുറച്ച് കുറവാണ്. ഓക്കെ, ഹൗ യു ക്യാൻ സെലക്ട്. ഇത്രയും പോയിന്റ് ഡിസ്കസ് ചെയ്തപ്പോൾ ഇപ്പോൾ കൺഫ്യൂഷൻ ആയോ, ഏത് പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യും സാർ? അപ്പോൾ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്കിനി നിങ്ങൾ ജോലി അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ശമ്പളം നോക്കേണ്ട. ആദ്യം നമ്മൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഏത് ഫീൽഡിനോടാണ് താല്പര്യം. രണ്ടും പ്രാക്ടിക്കൽ സബ്ജക്റ്റാണ്, അതുകൊണ്ട് അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഗ്ലോബലി പോകണം, രണ്ടും പറ്റും. ഓക്കെ, കുറച്ചും കൂടെ ഓഡിറ്റിംഗ്, അതായത് ഡിഫിക്കൽട്ടി ലെവൽ നോക്കുക, എക്സാമിനേഷൻ്റെ കൺവീനിയൻസ് നോക്കുക. ഇനി ഭാവിയിൽ CMA ഇൻസ്റ്റിറ്റ്യൂട്ടും വർഷത്തിൽ 3 പ്രാവശ്യം കൊണ്ടുവരാം. അപ്പോൾ എനിക്ക് വർഷത്തിൽ 3 പ്രാവശ്യം എഴുതാൻ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് സെലക്ട് ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു ഡിസിഷൻ അല്ല. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ മാറ്റാനും പറ്റും. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് സബ്ജക്റ്റ് നിങ്ങൾ എവിടെ എക്സ്പേർട്ട് ആക്കണം. എനിക്ക് ഓഡിറ്റിംഗ് ചെയ്യണം, എനിക്കൊരു CA ആകണം, അല്ലെങ്കിൽ എനിക്കൊരു CMA ആകണം, എനിക്ക് എന്നിട്ട് പുറത്ത് പോകണം. സോ നിങ്ങളുടെ എന്താണോ കോഴ്സ്, കാരണം CA ആയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ACC എടുക്കാം, CMA ആയതിനു ശേഷം ACC എടുക്കാം, എന്ത് വേണമെങ്കിലും എടുത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഹൗ യു ക്യാൻ സെലക്ട് മീൻസ് വാട്ട് ഈസ് യുവർ കോർ ഏരിയ, അതാണ് ഇവിടെ സബ്ജക്റ്റ്, അതാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സയൻസ് കോമേഴ്സ് എടുക്കുന്നതിന് വേണ്ടിയാണ്, എനിക്ക് അത് പല റീസൺസും ഉണ്ടാവും, എന്നാലും എനിക്ക് സയൻസിൽ കുറച്ച് എക്സ്പെർട്ടൈസ് ആകാനുണ്ട്, അതിനുവേണ്ടി നമ്മൾ സയൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കോമേഴ്സ് എടുക്കുന്നു. ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമുക്ക് നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് അത്രമാത്രം നിങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഡിഫിക്കൽട്ടി ഒന്നുകൂടെ കൺസിഡർ ചെയ്താലേ, ഡിഫിക്കൽട്ടി പിന്നെ നമ്പർ ഓഫ് സബ്ജക്റ്റ് കൂടുകയും കുറയുന്ന വ്യത്യാസമില്ല. കുറഞ്ഞാലും അതിനനുസരിച്ച് ഡിഫിക്കൽട്ടിയും വേറെ സെൽഫ് പ്ലേസ്ഡ് ഓൺലൈൻ മോഡ്യൂൾസ് ഒക്കെ ഉണ്ട്. പിന്നെ ട്രെയിനിങ് പീരീഡ് പെട്ടെന്നാകും സാർ, പെട്ടെന്ന് അങ്ങനെ വേണ്ടി ഇതൊരു വൺ ടൈമിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നൊരു കാര്യമാണ് ലൈഫിൽ, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഏതാണ്, അത് ചെറിയൊരു സ്പാർക്ക് ആയിരിക്കാം, നമ്മൾ മുന്നോട്ട് പോവാം. ഓക്കെ, ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു +2 കഴിഞ്ഞ സ്റ്റുഡൻറ്റ് ആണെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്ത് തന്നെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒരു ഡിലൈമയിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അത് ക്ലാരിഫൈ ചെയ്ത് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ വരുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ CA ചൂസ് ചെയ്താലും CMA ചൂസ് ചെയ്താലും ലോ എന്നൊരു പേപ്പറിനുള്ളതും ഓവറോൾ നമ്മൾ എന്താണ് ഒരു ഒരു ഗൈഡൻസ് നമ്മൾ എന്താണ് ഈ ഒരു ചാനലിലൂടെ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.